ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യഥാർത്ഥത്തിൽ അവരുടെ വർത്തമാനകാല അവസ്ഥ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ആ പാർട്ടി വെന്റിലേറ്ററിൽ കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ ആ വെന്റിലേറ്ററിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? അതേ അവസ്ഥയെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. കേരളത്തിലാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രോഗിക്ക് ഒരു ചെറിയ മിടുപ്പെങ്കിലും ഉള്ളത്. എന്നിരുന്നാലും കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തും ഈ പാർട്ടി നിലവിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ എപ്രകാരമായിരിക്കും ഭിഷഗ്വരന്മാർ ചികിത്സിക്കുക? അതായത് ആ രോഗിയുടെ ഉള്ളിൽ ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ഭഗീരഥ പ്രയത്നമായിരിക്കും ഭിഷഗ്വരന്മാർ നടത്തുക. അപ്രകാരമുള്ള ഒരു ഭഗീരഥ യത്നമാണ് നിലവിൽ കേരള സംസ്ഥാനത്ത് വെന്റിലേറ്ററിൽ കിടക്കുന്ന കോമ സ്റ്റേജിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രോഗിയെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ഭിഷഗ്വരന്മാർ പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. അതിനുവേണ്ടി കനകോലു എന്ന് പറയുന്ന ഒരു വിശ്വപ്രസിദ്ധ ഭിഷഗ്വരനെ നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹമാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ രോഗിയെ നിലവിൽ ചികിത്സിക്കുന്നത്. ഒരുപാട് മരുന്നുകളും മന്ത്രങ്ങളുമൊക്കെ ഈ രോഗിയെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി കനകോലു പ്രയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് കടക്കുപുറത്ത് എന്ന് പറയുന്ന പുതിയൊരു ചികിത്സാ രീതി. ഇതാണ് ഈ രോഗിയെ സംരക്ഷിച്ചെടുക്കാനുള്ള അവസാനത്തെ ചികിത്സാ രീതി എന്നതാണ് വസ്തുത. ഏതായാലും ഈ രോഗിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തൊക്കെ ചികിത്സകൾ കൊടുത്താലും ആരൊക്കെ പരിശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രോഗി വെന്റിലേറ്ററിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കോമയിൽ കിടക്കുന്ന ഈ രോഗി രക്ഷപ്പെടും എന്ന് നമുക്ക് തോന്നുന്നില്ല. വെന്റിലേറ്ററിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രോഗിയെ പുറത്തെടുക്കുന്നതോടുകൂടി ആ രോഗിയിൽ അവശേഷിക്കുന്ന മിടിപ്പും ശ്വാസവും നിലച്ചു പോകും. അതൊരു ഡെഡ് ബോഡി മാത്രമായിട്ട് മാറും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്.